ആഹാ രാജീവ സന്തോഷം ഇരിടാ ഇരിക്കി എന്തുണ്ട് സുഖം സുഖം കൊറേ നാളായല്ലേ രണ്ടുപേരും കണ്ടിട്ട്. എന്താ പരിപാടി? അധ്യയന വർഷമൊക്കെ തുടങ്ങുകയല്ലേ, കുറച്ച് കുട്ടികളെ പിടിക്കാൻ നേരത്തെ ഇറങ്ങിയതാ. പിള്ളേരെ പിടിപ്പേര് അതെ, നമ്മളെ പഴയ പരിപാടി. ഇപ്പോഴും എന്നെ പലരും വിളിക്കും പിള്ളേരെ പിടിപ്പാരാന്ന്. എന്തെല്ലാം വീട്ടിൽ ഏതൊക്കെ വീട്ടിൽ കയറി പോയെന്നല്ലേ. അല്ല പണ്ട് ഇതൊക്കെ എത്ര വീടുകൾ കയറി ഇറങ്ങിയതല്ലേ. അതെ. എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ എങ്ങനെ? കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ കയറി ഇപ്പൊ പിന്നെ പഴയതുപോലെയൊന്നും അല്ല, ലാബ് സൗകര്യവും കമ്പ്യൂട്ടർ സൗകര്യമൊക്കെ ഉണ്ടല്ലോ. നിനക്കറിയാലോ, നീ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ല നമ്മുടെ സമയത്ത് അതില്ലല്ലോ. അതൊക്കെ ആ കാലമൊക്കെ പോയില്ലേ. ഇപ്പൊ ഹൈടെക് ഫുൾ ഹൈടെക് അല്ലേ. നമുക്ക് എന്താണ് ഈ പാരൽ കോളേജ് എന്ന് പറഞ്ഞാൽ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ് ഇല്ലടി ഈ ഓല കിട്ടിയ പുരയും ബെഞ്ചും ഡെസ്കും അതിൻ്റെ ഒരു കാലക്കിളവിരിക്കും. ബാക്കിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ ആയിരിക്കും അല്ലേ. മക്കളാണ് അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. ഇപ്പം എല്ലാം പൊളിയായിപ്പോയി, നിങ്ങൾക്കൊക്കെ സൗകര്യം. പഴയ കാലം. ഇപ്പം പിള്ളേർ ഇരിക്കില്ലല്ലേ. ഇപ്പം ഫാനൊക്കെ ഇട്ടാ ഇരിക്കുമല്ലോ, മറ്റേ പൊടി പറക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് ക്ലാസ് എടുത്തോണ്ടിരുന്ന സമയത്ത് ഒരു പയ്യ സൈഡിൽ ഇങ്ങനെ ചേപ്പ് വെച്ചിട്ട് സൈഡ് വെച്ച് ചീക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നല്ല പിള്ളേരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നല്ല കുട്ടികളുണ്ടായിരുന്നു. ഈ വർഷം അതിന്റെ പരിപാടിയിട്ട് ഇറങ്ങിയതാണ്. ഓഫ്ലൈൻ ആയപ്പോ തൊട്ട് പിന്നെ എല്ലാവരും വീണ്ടും സജീവമായി. ഇടയ്ക്ക് പെട്ടുപോയില്ല നമ്മള്. ഇവരുടെ അവിടെ നല്ല വിജയ ശതമാനം, അപ്പൊ നല്ല പിള്ളേർ വരും. എന്താണ് ആഗമന ഉദ്ദേശം? ഞാൻ അക്ഷയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്നെ കാണാൻ വന്നതല്ല. എന്നിട്ട് എന്തായി? ഇവള് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അല്ലേ? പോണുണ്ട്. മുത്തിന്റെ അമ്മയുടെ മുത്തിനടുത്തും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ വരുമ്പം കരകഞ്ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അത് പക്ഷെ മക്കൾക്ക് എന്താണ് താല്പര്യം, അവളുടെ ഇഷ്ടം കൂടെ ചോദിക്കണ്ടേ. ഫ്രണ്ട്സ് ഒക്കെ അവിടെ ആയതുകൊണ്ട് അതെ. ക്ലാസ്സിലുള്ള കൂട്ടുകാരികളൊക്കെ അവിടെ വേറെ വരുന്നുണ്ടല്ലോ പഠിക്കാനായിട്ട്. അറിയാം. അപ്പൊ അത് നോക്കിയിട്ട് അവള് പറഞ്ഞിട്ട് പറയും. നിന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അത് കൊച്ചുങ്ങളല്ലേടാ. അത് ഞാനും അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും, അവര് പഠിച്ചോളും, കുഴപ്പമില്ല. പറഞ്ഞു കൊടുക്കും. ഹൈസ്കൂളാകുമ്പോ അങ്ങോട്ട് വിടാം നമുക്ക്. പിന്നെ എന്താ പരിപാടി? ഇപ്പൊ വേറെ പരീക്ഷ ടെസ്റ്റ് ഒന്നും എഴുതിയില്ലായിരുന്നോ? വയസ്സാവുന്നവരെ എഴുതി നോക്കി, ഒരിടത്തും കിട്ടിയില്ല. പിന്നെ ഇത് തന്നെ മതിയെന്നും കരുതി. കാരണം ഇതാകുമ്പോ ഞാനല്ലേ മുതലാളി, വേറെ ആരൊന്നും ചോദിക്കാനില്ലല്ലോ. നമ്മളാരെല്ലാം പറഞ്ഞ കേൾക്കണമെന്ന് അറിയാമോ? ഇതാകുമ്പോ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യം നടത്താം. പിന്നെ അതല്ലേ നല്ലത്. അതല്ലേ. ചായ അല്ല, ചായ നമ്മൾ കുടിച്ചതേ ഉള്ളൂ. വേണ്ട, ചായ നമ്മളിപ്പോ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. വരുന്ന വഴിക്ക് കുടിച്ചായിരുന്നു. നീ ഫ്രീ ആയിട്ട് 2 ദിവസം അങ്ങോട്ടൊക്കെ വാ, 2 ദിവസം ക്ലാസ് ഒക്കെ എടുക്കാമല്ലോ. എടാ ഞാൻ ആ ടച്ചൊക്കെ പോയിട്ടാ, എനിക്ക് ഒന്നും ഓർമ്മ പോലും ഇല്ല. ഇനിയിപ്പോ എല്ലാം അത് വരുമ്പോ ടച്ചൊക്കെ താനേ വന്നു. നോക്കട്ടെ, വരാം, സമയം കിട്ടാൻ വരാം. അക്ഷയ അച്ഛനും അമ്മയോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ വരണേ. എന്നാ പിന്നെ ഞങ്ങൾ ഞാൻ വരാം. തീർച്ചയായും വരണം. 100% വിജയം ഇപ്രാവശ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഇറങ്ങുന്നു. ശരിടാ. ശരി ചേട്ടാ. പോവാ നീ ഇവിടെ? അത്ര താല്പര്യം പോരാ. എനിക്കറിയാം നിന്റെ മോൻ കണ്ടപ്പോ നീ അവിടെ പോവില്ല എന്ന്. ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ. അങ്ങനെ നോക്കാം. നല്ല ട്യൂഷൻ സെന്റർ ആണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നോക്കാം. പോണേ ഞാൻ.